കേക്ക് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞാൽ അടുത്തുള്ളവരൊക്കെ വന്ന് ഓർഡർ തരും. നമ്മൾ ചെയ്യുന്നത് കെമിക്കൽ ഒന്നുമില്ല. ഇത് മൈക്രോ അല്ല, മൈക്രോയില് ശരിയാവില്ല. കുക്കറിൽ ചെയ്യാം. കുക്കറിൽ ഇതിനേക്കാളും നന്നായിട്ട് വരും. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ കുക്കർ ഇത് വാങ്ങണമെന്നുള്ളതില്ല. കുക്കറിൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തേക്ക് കുട്ടികൾക്ക് വിഷമില്ലാതെ കൊടുക്കാം. നോൺ സ്റ്റിക്ക് ഇതില്ലെങ്കിൽ ഇതാണ് സ്പാറ്റുല. പിന്നെ പറയുന്നത് സ്പാറ്റുല. ഇത് നന്നായിട്ട് ഫുള്ളിൽ വെച്ചാണ് അടിക്കേണ്ടത്. ഇവിടെ അടിക്കണം. നന്നായിട്ട് പതഞ്ഞ് വരുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കണം. നോക്കണേ, 5 മുട്ട. മനസ്സിലാകാതെ നമ്മളെ മിക്സിയിലിട്ടിട്ടേ ഇങ്ങനെ ഇതിൽ കൊടുത്തടിച്ചാൽ ശരിയാവൂലേ? ഇതുപോലെ ഒന്നും വരാൻ പറ്റില്ല. കേക്ക് കൊണ്ടാവും പല്ലുപോലെ അത്രയും നന്നായിട്ട് വരും. അവിടെ ഇതൊന്ന് പിടിച്ചോ. ഇതാണെങ്കിൽ ഈ അതിൽ നിങ്ങൾ ഇടയ്ക്ക് വായിച്ചു നോക്കാൻ വൈറ്റ് ഫ്ലഫി ആവുന്നത് ഈ മഞ്ഞ നിറം മാറിയിട്ട് ഇളം ഇതാവുമ്പോൾ, എന്നാലേ ഈ മുട്ടയ്ക്ക് ഒരു സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ല് മാറണമെങ്കിൽ അത് വെള്ളയാവണം. ചെന്നൈ പോയിരുന്നു. ഒരു വിമിഷ്ടം ഉണ്ടാവും. ഇത് അങ്ങനെ ഒന്നുമില്ല. എത്ര വേണമെങ്കിലും പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതാണ് ഒരു വ്യത്യാസം. വീട്ടിൽ തന്നെ പിള്ളേർക്ക് 4 മണി പലഹാരം ഉണ്ടാക്കി കൊടുക്കണം. വെളിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണം. എന്തെല്ലാം കലർന്ന് വരുന്നതെന്ന് അറിയാമോ? ഇപ്പോൾ ഉള്ള ഓള പോലെയുള്ള ഒരിക്കലും ഇഡ്ലി വരാൻ തരാറില്ല. ചിക്കൻ എന്ന് പറയുന്ന സാധനം നിപ്പിക്കാം. അത് കഴിക്കണം. അത് കിട്ടിക്ക് പ്രശ്നമാണ്. ഇത് ഞാൻ എല്ലാ സൗകര്യത്തിനു വേണ്ടി പൊടിച്ചുകൊണ്ട് വന്നതാണ്. പഞ്ചസാര പൊടിയാണ്. പഞ്ചസാര എഴുതിയിരിക്കുന്ന മിക്സിയിൽ വെച്ച് പൊടിക്കണം. ഇത് പഞ്ചസാര പൊടിയാണ് കേട്ടോ. ഇത് നോക്ക്, നല്ല പഞ്ഞി പോലെ വരും കേട്ടോ. അത് വേണം. അതിന് വേദനിക്കൊന്നുമില്ല. വേണ്ട വേണ്ട, ഒരേ പൊസിഷനിലാണ് കറക്കേണ്ടത് കേട്ടോ. ഒരേ പൊസിഷനിലായിരിക്കണം. നമ്മുടെ ഇത് കുക്കറിൽ വെക്കുന്നോ ഓവനിൽ വെക്കാമോ? ഓവനിൽ തന്നെ. കുക്കറിൽ വെച്ചാൽ ഓവനില്ല, വീട്ടിലും കാണും. ഇതിൻ്റെ കുക്കറിലാകുമ്പോൾ നമുക്ക് ആദ്യം പഠിക്കാം. ഇത് 250 പഞ്ചസാരയാണ്. നിങ്ങൾ നോട്ട് നോക്കും. 250 പഞ്ചസാര. അത് 2-3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ അടിച്ചോ. ഇത് പഞ്ചസാര അടിക്കുമ്പോൾ ഇതിൻ്റെ സ്വിച്ച് ഒന്ന് ചെറുതാക്കി വെച്ച് ആദ്യം 1-2 ഉണ്ടാക്കി കഴിയുമ്പോൾ താനെ പിന്നെ വീട്ടിലെപ്പോഴും ഉണ്ടാക്കാൻ തുടങ്ങും.
മൈദ, പഞ്ചസാര, വാനില എസൻസ്, ഇത്രയും തന്നെ. മുട്ട, വനില എവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. നല്ല ഞങ്ങളുടെ സെക്രട്ടറി അല്ലേ, പിന്നെ ആണോ? നല്ല ഇല്ലാതിരിക്കുമോ? ഞങ്ങൾ അവരുടെ പള്ളിയിൽ അവരുടെ പായസം കുടിക്കാനൊക്കെ ഇരിക്കെ പിടിച്ചു. ഇന്നത്തെ കഞ്ഞിയുണ്ട്. അല്ലല്ല, മെയ് 10. പിന്നെ ഇതില് ഇത് മൈദ മാവാണ് 250. ഇതില് നമ്മുടെ ചെറിയ ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡ ചേർക്കുന്നത് മറ്റൊരാണ്, ഈ ബ്ലാക്ക് ഫോറസ്റ്റ്. അതിൽ 2 മൈദ 250. എല്ലാം എളുപ്പം തന്നെയാണ്. പിന്നെ മതി ഇവിടെ മുളക്. പിന്നെ ഇതിൻ്റെ അകത്ത് പോകാനായിട്ട് ഒന്ന് പൊക്കി പിടിച്ചാൽ മതിയേ. പൊക്കി പിടിക്കുമ്പോൾ ഇതെല്ലാം അതിലോട്ട് വീഴും. ഇനി നമ്മൾ ഫോൾഡിങ് ആണ്. ഇനി ഇത് ബീറ്റ് ചെയ്യരുതേ. മൈദ ഇട്ട് കഴിഞ്ഞാൽ